അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് തിരിച്ചടി. തച്ചങ്കരി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേസിൽ തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പ്രതിയുടെ ആവശ്യപ്രകാരം സർക്കാർ തുടരന്വേഷണത്തിന് അനുമതി നൽകിയത് വിചിത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്ത വിവരങ്ങൾ. 2020 ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. 2021 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നാലെ തച്ചങ്കരി കോട്ടയം കോടതിയിൽ വിടുതൽ ഹർജി സമർപ്പിച്ചു. അത് തള്ളി. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാരിനോട് ഒരു തുടരന്വേഷണം നടത്തണമെന്ന് ടോമിൻ ജെ തച്ചങ്കരി ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കാര്യമായി സർക്കാർ മുന്നോട്ട് പോവുകയും അന്വേഷണത്തിന് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി പറയുന്നു, ഇത് സംസ്ഥാന സർക്കാരിന് ഒരു പ്രതി നൽകുന്ന ആവശ്യത്തിൽ എങ്ങനെയാണ് തുടരന്വേഷണം നടത്താനാകുക, അത് അംഗീകരിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഭരണകൂടം കുറ്റവാളികൾക്ക് അനുകൂലമായി നിന്നാൽ അത് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ തുടരന്വേഷണത്തിനായി പുറത്തിറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്യുന്നു എന്നാണ് കോടതിയുടെ നിലവിലുള്ള തീരുമാനം. ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് മുൻ DGP ആയ ടോമിൻ ജെ തച്ചങ്കരി വിചാരണ നേരിടണം എന്നുള്ളതാണ് നിലവിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സുഹൈൽ, തച്ചങ്കരി വിചാരണ നേരിടണം. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.